ഒരു മർമറിങ് പോലെ, ഒരു ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് എത്തിയ ഒരു കഥ ഇതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിലും എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളതിൽ ഇതിന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അത് അവിടുത്തെ SFI നേതാക്കന്മാർ, പിന്നീട് കത്തിക്കുത്ത് കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നിരന്തരമായി, പ്രത്യേകിച്ച് CPO പരീക്ഷകൾക്ക്, സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷകൾക്കാണ് പ്രധാനമായിട്ട് ഇവർ ഇത് ചെയ്യുന്നത്. അതിന് നേരത്തെ SFIയിൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ നേതാക്കന്മാരായിരുന്ന ആളുകളുടെ സഹായം അതിനുണ്ടാവുന്നുണ്ട്. കാരണം ഇത് ഈ പറയുന്ന പേരുകാർ, അവരൊന്നും പേര് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അവരൊക്കെ ജീവിച്ചു പൊക്കോട്ടെ. പക്ഷേ ഈ ആളുകൾ ആദ്യത്തെ ആളുകളല്ല. ഒരുപാട് ഘട്ടം ഈ പറയുന്ന രീതിയിൽ ചോദ്യപേപ്പറുകൾ നേരത്തെ ലഭിക്കുകയും അല്ലെങ്കിൽ അതിന്റെ ഉത്തരം ആ നിമിഷം അവരിലേക്ക് എത്താനുള്ള സാങ്കേതിക വിദ്യയും സഹായവും ഒക്കെ ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുകയും അതിനെല്ലാം മറയായി CPM കൂട്ടുനിൽക്കുകയും ചെയ്തത് ഒരു വട്ടമല്ല. അതിന്റെ കരുത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഇവർ വീണ്ടും അത് ചെയ്തത്. അന്ന് പിടിക്കപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിടിക്കപ്പെടാത്ത ഒരുപാട് പേർ SFIയുടെയും CPMന്റെയും സഹായത്തോടു കൂടി ഈ പറയുന്ന അനധികൃതമായി PSCയെ നോക്കുകുത്തിയാക്കി നമ്മുടെ ഉദ്യോഗാർത്ഥികളെ, ചെറുപ്പക്കാരെ വഞ്ചിച്ച് അവരെ വഴിയാധാരമാക്കി ഒരു അർഹതയുമില്ലാതെ ജോലിയിൽ ഇന്നും ഇരിക്കുന്ന ആളുകളെ എനിക്കറിയാം.